സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി VD സതീശന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് CBI കൊണ്ട് അന്വേഷിക്കാൻ സർക്കാർ ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് നൽകിയതായിട്ട് പറയുന്നുണ്ട്. സാർ, ഇങ്ങനെ ഒരു കത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകുമ്പോൾ, അദ്ദേഹം MLA കൂടെയാണ്, അദ്ദേഹം ഇത് നൽകുമ്പോൾ ശരിക്കും BJP ലക്ഷ്യം വയ്ക്കുന്നത് പിണറായി വിജയനെയാണോ അതോ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സോണിയാഗാന്ധിയെയാണോ? ആ കത്തിൽ കേരളത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI അന്വേഷണത്തിന് വിടാൻ സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പൊ CBI അന്വേഷണം വന്നാൽ മാത്രമേ നമുക്കിതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT കൃത്യമായും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചതാണ്. അതായത് CPM-ന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനിയിപ്പോ അത് UDF-ന്റെ SIT ആയിട്ട് മാറാം. എന്തു തന്നെയാണെങ്കിലും ഇതിൽ പ്രതിസ്ഥാനത്ത് വരാവുന്ന UDF-ന്റെയും LDF-ന്റെയും പ്രതികളെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ടീമായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുക. അതിന്റെ പല തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതിസ്ഥാനത്ത് ചേർക്കുകയും അവസാനം അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഇനി മറ്റുള്ളവർക്കും ജാമ്യം കിട്ടും. ജാമ്യം മാത്രമല്ല, അതൊരു നിസ്സാര കാര്യമാണ്. കേസ് മുന്നോട്ട് പോകുമ്പോൾ ഈ കൃത്രിമമായി ചേർത്ത ഒരു പ്രതിയുടെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ ബാക്കിയുള്ളവർക്കും രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് SIT എന്ന് പറഞ്ഞാൽ LDF-ഉം UDF-ഉം SIT-യിൽ കൂടി ഉദ്ദേശിക്കുന്നത് അതാണ്. പ്രതികളെ മുഴുവൻ രക്ഷിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണ് ഈ പറയുന്ന രീതിയിൽ SIT രൂപീകരിച്ചതും CBI-ക്ക് വിടാത്തതും തന്ത്രി അറസ്റ്റ് ചെയ്തതും എല്ലാം ആ തരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി ഇതില് UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധികളായ പ്രതികൾ ഉണ്ട് എങ്കിൽ അവരെത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കണമെങ്കിൽ അത് CBI അന്വേഷണത്തിന് മാത്രമേ സാധിക്കൂ. അതാണ് രാജീവ് ചന്ദ്രശേഖർജി കത്ത് കൊടുക്കാനായിട്ടുള്ള കാരണം. സാർ, അപ്പോൾ സാറ് പറയുന്നത് ഇത്തരത്തിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് SIT അന്വേഷണ സംഘം ഇങ്ങനെ രൂപീകരിച്ചതെന്നും അതിൽ പറയുന്ന തന്ത്രിയെ പെടുത്തുകയായിരുന്നു എന്നാണോ സാറ് പറയുന്നത്? BJP കരുതുന്നത് അങ്ങനെയാണോ? തന്ത്രിയെ പെടുത്തുകയായിരുന്നു എന്നാണ്? അതായത് തന്ത്രിയെ പെടുത്തിയതിന്റെ ഉദ്ദേശം തന്ത്രിക്ക് നിയമപരമായി ഈ പറഞ്ഞ കാര്യത്തിൽ ഇടപെടാൻ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള അധികാരം വളരെ വളരെ പരിമിതമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചാൽ ഉപദേശം കൊടുക്കാം, ചോദിച്ചില്ലെങ്കിൽ ഉപദേശം കൊടുക്കാം എന്നുള്ള ഒരു ഉപദേശക റോളിൽ മാത്രമാണ് തന്ത്രിക്കുള്ളത്. ബാക്കി ഇംപ്ലിമെന്റേഷൻ നടത്തിയത് എല്ലാം ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ തന്ത്രിയെ ആദ്യഘട്ടത്തിൽ പ്രതിസ്ഥാനത്ത് ചേർത്തിരുന്നില്ല. രണ്ടാമത് CPM നേതാക്കന്മാർക്ക് നിക്കക്കള്ളി ഇല്ലാതെ വരികയും ഒന്നിന് പിന്നെ ഒന്നാകെ എല്ലാ CPM നേതാക്കന്മാരും ജയിലിലേക്ക് പോവുകയും ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ മാത്രം കള്ളന്മാരായ പോരാ, ഒപ്പം ഒരു തന്ത്രിയും കൂടെ കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാം. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് കിട്ടും. അതിനുവേണ്ടി അവരുടെ ഉള്ളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ ബ്രാഹ്മണ വിരോധവും സവർണ മേധാവിത്വ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു അടിയും കൂടിയാണത്. ഇതിനെപ്പറ്റി തന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞല്ലോ, ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ ഗവൺമെന്റിനെതിരായ നിലപാട് ഞാൻ സ്വീകരിച്ചതിന്റെ ശത്രുത തീർക്കാനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്, പ്രതി ചേർത്തത് എന്ന് തന്ത്രി പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കാര്യം വളരെ വ്യക്തമാണ്. അതായത് തന്ത്രിയുടെ പേരിൽ തന്ത്രിയെ കൂടെ പ്രതി ചേർത്ത ഒരു ഗൂഢാലോചനയിൽ നിന്ന് ആ ഗൂഢാലോചന കേസിൽ തന്ത്രി നിരപരാധിയാണെന്ന് കണ്ട് രക്ഷപ്പെട്ടു പോയാൽ പിന്നെ ബാക്കി എല്ലാവരും നിരപരാധിയായിട്ട് വരും. അപ്പൊ ഈ വലിയ തന്ത്രമാണ് അവരുപയോഗിച്ചത്. അപ്പോൾ ഈ തന്ത്രങ്ങളെ പൊളിക്കണമെങ്കിൽ SIT-യുടെ അന്വേഷണം പോരാ. അതുകൊണ്ടാണ് CBI വരുമ്പോൾ ഇതിൽ UDF-കാരെയും പിടികൂടാം, LDF-കാരെയും പിടികൂടാം,
യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇന്ന് വരെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത മന്ത്രിമാരുണ്ട്. അതായത് കടകംപള്ളി സുരേന്ദ്രനുണ്ട്, വാസവനുണ്ട്. ഇവരെയൊക്കെ ആ കാലത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടത്തിയത് എന്ന് സംശയിക്കപ്പെടാവുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം എന്താണ്? അവര് ഏത് ശബരിമല നട തുറക്കുമ്പോഴും അവിടെ പോയി നിൽക്കുന്ന പടം കാണാമല്ലോ. ഇവർക്ക് വിശ്വാസവും ഇല്ല, ദൈവവും ഇല്ല എന്ന് പറയുന്നവരാ. അപ്പൊ വിശ്വാസവും ദൈവവും ഇല്ലാത്തവർ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ ഭരണം നടത്തുന്നത് ഞങ്ങളല്ല, ദേവസ്വം ബോർഡാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പോയി നിന്നാൽ പോരെ, പിന്നെ എന്തിനാ ഈ മന്ത്രിമാര് പോകുന്നത്? അപ്പൊ അവിടെ എന്നതാണ് കക്കാനും മോഷ്ടിക്കാനും ഉള്ളതെന്നുള്ളത് കാണാൻ വേണ്ടി തന്നെ പോകുന്നതാണ്. ഇവർ ഏതൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം മോഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോ ശബരിമലയ്ക്ക് പുറകെ ഗുരുവായൂരും മറ്റു ക്ഷേത്രങ്ങളുടെയും കണക്കെടുക്കട്ടെ, അപ്പൊ കാര്യം മനസ്സിലാവും. അപ്പൊ ഈ കള്ളന്മാര് അവിടെ പോയി കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുകയും എന്നിട്ട് പ്രതിസ്ഥാനത്തിൽ പട്ടിക വരുമ്പോൾ പ്രതിപട്ടികയിൽ മന്ത്രിമാരില്ലാതെ വരികയും ചെയ്താൽ കള്ളനെ രക്ഷിക്കല്ലേ SIT ചെയ്യുന്നത്? അപ്പൊ SIT അന്വേഷണം എന്തുകൊണ്ടാണ് മന്ത്രിമാരിലേക്ക് വരാത്തത്? ഒരിക്കലും വരില്ല. കാരണം ഈ മന്ത്രിമാരാണല്ലോ SIT ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണം. CBI അന്വേഷണം വന്നാൽ മാത്രമേ LDF-ലും UDF-ലുമുള്ള പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് ആവശ്യപ്പെട്ടത്. സാർ, അപ്പോൾ സാർ പറഞ്ഞതിൽ മന്ത്രിമാരുടെ പേര് പറഞ്ഞു, മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞില്ല. അതാണ് നമ്മുടെ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുരുക്കാൻ കൂടെ വേണ്ടിയാണോ, അതോ സോണിയാഗാന്ധിയെ കുരുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, BJP-യെ സംബന്ധിച്ച് ആരെയെങ്കിലും കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതല്ല, ഇതിന്റെ പിന്നിലുള്ള എല്ലാ നേതാക്കന്മാരും കൊടുക്കണം. അത് ഇപ്പോ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ മറ്റു മന്ത്രിമാരെ ചോദ്യം ചെയ്യുമ്പോൾ അത് പുറത്തു വരുമല്ലോ. സോണിയാഗാന്ധിയുടെ പങ്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ചോദ്യം ചെയ്യുമ്പോൾ അത് പുറത്തു വരുമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ പരിമിതപ്പെടുത്തണം എന്ന് BJP-ക്ക് ലക്ഷ്യമില്ല. അത് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ എന്നുള്ളതല്ല. അവരടക്കം ബാക്കി എത്രയോ പേരുണ്ടായിക്കോട്ടെ, അവരെ എല്ലാം പിടികൂടണം. അയ്യപ്പന്റെ മുതൽ കട്ടതിന് ആരൊക്കെ കൂട്ടുനിന്നോ അവരെ എല്ലാം പിടികൂടണം എന്നുള്ളതാണ് BJP-യുടെ നയം. അല്ലാതെ സോണിയാഗാന്ധിയെ മാത്രമോ അല്ലെങ്കിൽ പിണറായി വിജയനെ മാത്രമോ അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല. പൊതുവെ എല്ലാവരും, അതിൽ പിണറായി വന്നോട്ടെ സോണിയ വന്നോട്ടെ, അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്ത്രി ആയിക്കോട്ടെ, ഇത് തന്ത്രിയാണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഇതിൽ മോഷണ കുറ്റത്തിൽ പങ്കുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് BJP-യുടെ അഭിപ്രായം. സാർ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശബരിമല സ്വർണ്ണക്കൊള്ള അത്ര കണ്ടങ്ങ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായി ഉപയോഗിച്ച് എന്ന് BJP-ക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും? അല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിരവധിയായ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ വളരെ നിർണായകമായ നിലപാടെടുക്കുകയും ശക്തമായി സമരം ചെയ്യുകയും ചെയ്ത പാർട്ടിയാണ് BJP. BJP-യുടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും പ്രതികളാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാര്, 10,000-കണക്കിന് അമ്മമാര്, ഇവരെല്ലാം ഇപ്പോഴും പ്രതിയായി നിൽക്കുന്ന, കോടതി കയറി ഇറങ്ങുന്ന ആ ഒരു അവസ്ഥ അവസാനിപ്പിക്കണം എന്നുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ശബരിമല വിഷയം പോലെ തന്നെ പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, BJP ശബരിമല വിഷയത്തെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. അതിനെ ഒരു മതപരമായോ വർഗീയപരമായിട്ടോ ഉള്ള വിഷയമായിട്ടുമല്ല. മറിച്ച് ആചാരാനുഷ്ഠാനങ്ങളെ താറുമാറാക്കുന്ന ഒരു ഭരണകൂടം, അതിനെതിരെ പൊരുതി പോരാടി ജയിലിൽ പോയി കേസ് കളിക്കുന്ന 10,000-കണക്കിന് ആൾക്കാരുടെ എണ്ണം എടുത്തു നോക്കൂ, അവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. അപ്പൊ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും, അതിൽ 90% പേരും BJP-ക്കാരോ അല്ലെങ്കിൽ RSS അനുഭാവികളോ ആണ്. അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഏറ്റവും വലിയ സമരം ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP തന്നെയാണ്. സർ, ഈ പറയുന്ന രീതിയിൽ SIT അന്വേഷണം, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SIT അന്വേഷണം ഒട്ടും തന്നെ പിന്നെ താങ്കൾ പറയുന്ന പോലെ BJP എന്ന രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നു, ഒരിക്കലും കള്ളം പുറത്തു കൊണ്ടുവരില്ല എന്ന് തന്നെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ VD സതീശൻ എന്ന ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ VD സതീശനിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അല്ല, VD സതീശനിലോ കോൺഗ്രസ് പാർട്ടിയിലോ UDF-ലോ വിശ്വാസം അർപ്പിക്കുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും കൂട്ടുകൊള്ളക്കാരാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആ സമയത്ത് അധികാരത്തിലിരുന്നത് പിണറായി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് പിണറായിയെ കൂടുതൽ സംശയിക്കുന്നു. നേരെ മറിച്ച് ഇവർ അധികാരത്തിലിരുന്നതും ഇവരുടെ പ്രതിനിധികൾ അധികാരത്തിലിരുന്നതുമായ കാലത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടന്ന കൊള്ളകളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് UDF-ന്റെ പങ്ക് പുറത്തു വരാൻ പോകുന്നത്.
ഇത് രണ്ടും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് UDF-ഉം LDF-ഉം കൂടെ ഒത്തുകളിച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് SIT ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ SIT-യുടെ കണ്ടെത്തലുകളും ഇവർ നടത്തുന്ന കേസുകളും ആ കേസുകളിൽ പ്രതി ചേർക്കുന്ന വ്യക്തികളും എല്ലാം UDF-ന്റെയും LDF-ന്റെയും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കപട നാടകങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ അന്വേഷണം CBI-ക്ക് വിട്ടാലേ സത്യം പുറത്തു വരൂ എന്നുള്ളതാണ് BJP-യുടെ സുവ്യക്തമായ നിലപാട്. സർ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒരു വിഷയമാണ് ഈ യുവതീ പ്രവേശന സമയത്തുണ്ടായ ശബരിമലയിലുണ്ടായ നാടകങ്ങളൊക്കെ തന്നെ. സർ, പത്മകുമാർ എന്ന CPM നേതാവിനെ CPM ഭയക്കുന്ന അവസരത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്താൽ പല കള്ളവും പുറത്തു വരും എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് BJP മുൻകൈ എടുത്തുകൊണ്ട് ഈ യുവതീ പ്രവേശനത്തിനകത്ത് സംഭവിച്ചതിൻ്റെ നിജസ്ഥിതി അറിയാൻ എന്തെങ്കിലും ഒരു ഒരുക്കം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകും? അതുകൊണ്ടാണല്ലോ BJP വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് സുതാര്യമായ നിഷ്പക്ഷമായ അന്വേഷണം വേണം. അതായത് പ്രതികൾ നിശ്ചയിച്ചിരിക്കുന്ന, പ്രതികൾ കൂടി തീരുമാനിച്ചിരിക്കുന്ന SIT ഈ പ്രതികളെ രക്ഷിക്കുകയുള്ളൂ. ഒരിക്കലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരില്ല. അതുകൊണ്ട് LDF-ഉം UDF-ഉം ഒക്കെ രൂപീകരിക്കുന്ന SIT കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ, സ്വന്തം നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ SIT ആണ്. അതുകൊണ്ട് ഈ SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം അന്വേഷിക്കേണ്ടത് CBI ആണ്. അതാണ് ഞങ്ങൾ പറയുന്നതിന്റെ അർത്ഥം. ഏതായാലും സർ, നമുക്ക് കാത്തിരിക്കാം. CBI അന്വേഷണം VD സതീശൻ എന്ന മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രി, അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുമോ? ഈ കുറ്റപത്രത്തിൽ ഇനി എന്തൊക്കെ നമുക്കതിൽ കാണാൻ കഴിയും? കുറ്റപത്രം എത്രത്തോളം സത്യസന്ധമായിരിക്കും? സർ, ഈ കുറ്റപത്രം എന്ന് പറയുമ്പോൾ ഈ SIT അന്വേഷണ സംഘം പറയുമ്പോൾ കോടതി മേൽനോട്ടമുണ്ട്, അതുകൂടെ നമ്മൾ പറയണം. കോടതിയുണ്ട്, ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ തുടർന്ന് നമുക്കിരിക്കാം. നന്ദി. താങ്ക് യു സർ.